ഉൽപ്പത്തി അധ്യായം 45. തൻ്റെ ചുറ്റും നിലകൊണ്ടിരുന്ന എല്ലാവർക്കും മുമ്പിൽ സ്വയം നിയന്ത്രിക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും എൻ്റെ പക്കൽ നിന്ന് പുറത്തു പോകുവിൻ. അതിനാൽ ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ഒരാൾ പോലും അവനോടുകൂടെ നിന്നിരുന്നില്ല. അവൻ സ്വരമുയർത്തി കരഞ്ഞു. ഈജിപ്തുകാർ അത് കേട്ടു. ഫറവോയുടെ ഭവനവും കേട്ടു. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവനോട് മറുപടി പറയാൻ അവൻ്റെ സഹോദരന്മാർക്ക് സാധിച്ചില്ല. അവൻ്റെ മുമ്പിൽ അവർ പരിഭ്രമിച്ചു പോയിരുന്നു. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വന്നാലും. അവർ അടുത്ത് ചെന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തിലേക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിറ്റതോർത്ത് നിങ്ങൾ നഷ്ടധൈര്യരാകേണ്ട. നിങ്ങളോട് തന്നെ കുപിതരാവുകയും വേണ്ട. കാരണം അതിജീവനത്തിനായി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ടയച്ചത്. എന്തെന്നാൽ നാട്ടിൽ ക്ഷാമം ഇത് 2-ാം വർഷമാണ്. ഉഴവും കൊയ്ത്തും